ലെവല് നമുക്ക് ലെവലല്ല ആവശ്യം. നിങ്ങൾ വരിക പറഞ്ഞല്ലേ. ഇത് ഫസ്റ്റില് ഉള്ളി, രണ്ടാമത്തെ തക്കാളി, മൂന്നാമത്തെ കിഴങ്ങ്. ഇത് ഇവിടെ അതേ വെച്ച പോലെ ഈ സാധനം ഇവിടെ വെക്കണം. നിങ്ങൾ ഒരു ട്രിപ്പ് വെക്കണോ? ഇന്ന് നമ്മളെ ഗെയിമിംഗ് ചലഞ്ച് മത്സരത്തിൽ ചലഞ്ചായിട്ട് ഏറ്റെടുത്ത ഗെയിം ഭാഗ്യ പരീക്ഷണമാണ്. ഒരുവിധം ചാനലിലൊക്കെ നിങ്ങൾ ഈ ഗെയിം കണ്ടിട്ടുണ്ടാകും. അപ്പൊ ഇത് ഞങ്ങളുടേതായിട്ടൊരു ശൈലിയിൽ ഇത് ഞങ്ങൾ ചെയ്യാൻ വേണ്ടി പോവാണ്. മേലെ 4 പാത്രം ഉണ്ട്, 4 പാത്രം വെച്ചിട്ടുണ്ട്. അടിയിൽ അതേമാതിരി ചെയ്യും. കിഴങ്ങ്, തക്കാളി, ഉള്ളി, പച്ചമുളക്. ഇത് കറക്റ്റായിട്ട് വെക്കുന്ന ആളുകൾക്ക്, ഇപ്പൊ ഇവിടെ ഞാൻ ഈ അടിയിൽ വെച്ച അതേപോലെ മേലെ ഭാഗത്തും വെക്കുന്ന ആളുകൾക്ക് നമ്മൾ സമ്മാനമായിട്ട് ഗിഫ്റ്റായിട്ട് തന്നെ ഇതിലുള്ള സാധനം കേട്ടോ. ഒരു ഏകദേശം 2 കിലോന്റെ 2-2.5 കിലോന്റെ കിറ്റ് സമ്മാനം. ഇപ്പൊ ഇതേ കൊടുക്കാനുള്ള ബഡ്ജറ്റേ ഉള്ളൂ. പക്ഷെ അത് നമുക്കൊന്ന് സെറ്റായിട്ട് അപ്പൊ നമുക്ക് വലിയ സമ്മാനം കൊടുക്കാൻ നോക്കാം. അപ്പൊ നമ്മളെ ഇന്നത്തെ ഗെയിമിംഗ് ചലഞ്ച് നമ്മൾ തുടങ്ങാൻ പോവാണ്. ആദ്യം വരുന്നത് അസറാക്കല്ലേ? തുടങ്ങിക്കോളി. ഒരു സെക്കൻഡ് വെക്കലിട്ടോ. വെച്ചോളി. ഇതുണ്ട് ഇത് കിട്ടും. ലാസ്റ്റ് ഇങ്ങോട്ട് പറഞ്ഞാ മതി. ഓക്കെ ആണോ? ഒന്ന് നോക്കിയാളി. അടുത്തിലാക്കാം നമുക്ക്. അടുത്ത ആൾ വരട്ടാ. ഉണ്ട് വാ. വെച്ചോളി. കഴിഞ്ഞോ? മതിയോ? എന്നാ നോക്കിയാളി. ഒന്നാണ്ട് ഇങ്ങോട്ട് പോയിക്കോളി. ഞാൻ അടുത്താള് വരി. വെച്ചോ. കഴിഞ്ഞോ? എനിക്ക് അവസരമുണ്ട്. കഴിഞ്ഞോ? നടു പോരും. നോക്കിയാളാ. ഞാൻ അടുത്താള് വരി. അവിടെ നിന്ന് ആരും ആക്ഷൻ കാണിച്ചു കൊടുത്തിട്ടോ. കമന്റ് ഒന്നും പറഞ്ഞു കൊടുക്കരുത്. കഴിഞ്ഞോ? നാലാള് കഴിഞ്ഞ് ആരും ശരിയാക്കിയിട്ടില്ല. അടുത്താള് ചോളി. ഭാഗ്യദേവതയുടെ കൂടാരം. കിട്ടും. കഴിഞ്ഞോ? നോക്കിയാളാ. അടുത്താള് വരട്ടാ. കഴിഞ്ഞോ? നോക്കിയാളാ. അടുത്താള് വരി. കഴിഞ്ഞോ? നോക്കിയാളാ. ഞാൻ അടുത്താള് വരി. 6ാമത്തെ ഗെയിമിൽ ആദ്യത്തെ മത്സരാർത്ഥി കേട്ടോ. ഹബീബ് മതിയോ? ശരിക്ക് ബാക്കിയുള്ള ആളുകൾക്ക് ശരിക്ക് ചിന്തിച്ചാൽ ഇത് കിട്ടും. അടിയത്തെ ഞാൻ ഇതുവരെ മാറ്റിയിട്ടില്ല. കഴിഞ്ഞോ? നോക്കിയാളോ? വന്നാണ്ട് വരി. ഞാൻ അടുത്ത വീണ്ടും മത്സരിക്കട്ടോ. കഴിഞ്ഞോ? നോക്കിയാളോ? വന്നാണ്ട് ഇനി വെച്ചോളി. ഞാൻ അവസരം തരാം. വെച്ചോളി. എന്താ പാട്? നോക്കിയാളാ. ഇത് ഇവനെന്തായാലും വെക്കുമെന്ന് ഉറപ്പ് പറഞ്ഞാണ്. റെഡി? വെച്ചോ. വെച്ചോ. തക്കാളി, ഉള്ളി, പച്ചമുളക്. വെച്ചോ. ശരിക്കും ആലോചിക്കാനുള്ള ഗ്യാപ്പ് കൊടുക്കട്ടോ. ലാസ്റ്റ് പറഞ്ഞെടുക്കരുത്. ആലോചിച്ച് വെക്കട്ടെ. ടൈം കഴിഞ്ഞ അടുത്ത റൗണ്ട് ഒക്കെ ഉണ്ട്. ജോൻ എങ്ങനെ കാത്തു കഴിഞ്ഞോ? ആജു വെച്ചോ. ഒന്നും പാടെ സെറ്റ്. എന്ത് പാടെ?
കഴിഞ്ഞോ 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 ആരും പറഞ്ഞു കൊടുക്കത്തിട്ടോ ഓന് ഒരുപാട് അവസരം കൊടുക്കുന്നുണ്ട്. ഓൻ വെക്കട്ടെ. ഒരൊറ്റ ചാൻസ് കൂടി ലാസ്റ്റ് കൊടുക്കണ്ടു ഓന്. രണ്ട് പ്രാവശ്യം ശരിയാക്കി വെച്ചത്. ആ കഴിഞ്ഞോ? ആ ഞാൻ വെച്ചാ എന്റെ ഇല്ല. രണ്ട് പ്രാവശ്യം വെച്ചാണ്. ആ കൊടുക്കാൻ മതി. കഴിഞ്ഞോ? അപ്പൊ ഇല്ല ആയിക്കോട്ടെ. ഞാന് ഇനി ബാക്ക് പോയല്ലോ. ഞാൻ പറഞ്ഞുതരാം. ബാക്ക് പോയി. ഇത്ര ആള് ഇത് വെച്ച് ഒരു പ്രാവശ്യം വെച്ച് ഇത് 4 പാത്രം ഉണ്ട്. ഇത് നമുക്ക് എന്ത് ചെയ്യാം? ഒരു പാത്രം കുറയ്ക്കാൻ മതിയെന്ന്. ആരും ഇതിൽ വെച്ച് റെഡി ആയിട്ടില്ല. അപ്പൊ ഓല് പറയണത് കുറക്കണ്ടെന്നാണ്. ഓല് വെക്കുന്ന ഓല് പറയണത്. അപ്പൊ നമുക്ക് അങ്ങനെ തന്നെ നോക്കാം. എന്നാ ലാസ്റ്റ് ഒരു അവസരം തരാം കേട്ടോ എല്ലാവർക്കും. വെച്ചാണി ആ മാറ്റാൻ ഞാൻ മാറ്റിയാണ്. കഴിഞ്ഞോ? പോരി നോക്കിയാളി. ഞാൻ തോളി അടുത്ത ആള് വെക്കി വെച്ചോളി. കഴിഞ്ഞോ? വാ നോക്കിയാളാ. അടുത്ത ആള് വരി. കാക്കൊന്ന് വെച്ച് നോക്കിയാണി. ഒന്ന് വെച്ച് നോക്കിയാ. ഇല്ല കിട്ടും ഇത് കിട്ടും. ആ റെഡിയാ. വെച്ചോ റെഡിയാണ്. വെച്ചോ. കഴിഞ്ഞോ? നോക്കിയാളാ. അടുത്ത ആള് വരി. ആ വെക്കി കഴിഞ്ഞോ? നോക്കിയാളി. കളിച്ചില്ല. വീഡിയോ വരില്ലേ നാളെ 4:30? കിട്ടൂല. അത് രണ്ടെണ്ണം ശരിയായിട്ട് കഴിഞ്ഞോ? കഴിഞ്ഞോ? ഇത്ര നേരമായിട്ട് ഒരാളാണ് വെച്ചത്. ഇവനുള്ള ഗിഫ്റ്റ് ഇതാകണേ. ഇത് വെച്ചതിന് ഈ സാധനം തന്നെ 4 കൂടിയും കൂട്ടിയിട്ടുള്ള ഒരു ഗിഫ്റ്റ് ആണ്. ഒരു കിറ്റാണ്. അപ്പൊ ഓക്കെ ഞാൻ വെക്കിട്ടോ. വെച്ചോളി. ആ വെച്ചോ. കഴിഞ്ഞോ? ഞാൻ മാറ്റിയിട്ട് നേരത്തെ വേണ്ട. ഞാൻ മാറ്റി എന്നാ പോലെ അരി വെക്കട്ടെ. എന്നാ വെച്ചോ നിങ്ങൾ അറിയലൂ. ഞാൻ മാറ്റിയിട്ടില്ല നേരത്തെ. എന്നാ വെച്ചോണ്ടേ അറിയലൂ. അതായത് നേരത്തെ ഞാൻ മാറ്റിയിട്ടില്ല. അതുകൊണ്ട് ഞാനത് പറഞ്ഞോണ്ട് കറക്റ്റ് കണ്ണിങ് ആയിട്ട് ചിന്തിച്ച് ആലോചിച്ചിട്ട് ഓനത് വെച്ചത്. അതുകൊണ്ട് ഓന് എന്തായാലും നമുക്ക് കൊടുക്കാം. ആരെ പറഞ്ഞു കൊടുത്താണ്? ഇനി എന്താ ആരെങ്കിലും വെക്കുണ്ടോ? അല്ലെങ്കിൽ അത് ഇനി കുറച്ച് തരട്ടോ? അതൊക്കെ നിൽക്കും. ഒരറ്റുണ്ട്. മാറ്റി വെച്ചോ. കഴിഞ്ഞ കളിയില് സെക്കൻഡ് പ്രൈസ് ഇവൻ കഴിഞ്ഞ കളിയിൽ സെക്കൻഡ് പ്രൈസ് ഉള്ള കഴിഞ്ഞ കളിയില് തേർഡ് പ്രൈസ് കൊണ്ട ആളാട്ടത്.
കഴിഞ്ഞോ 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 അവസരം കഴിഞ്ഞോ നോക്കിയാളാ ഞാൻ വെച്ചോളി വെച്ചോളി ശരിക്കുകള് നേരത്തെ വെച്ചോന് കറക്റ്റ് എങ്ങനെ വെച്ചെന്നുള്ളത് ചിന്തിച്ചാൽ കറക്റ്റ് കിട്ടും, അതിന്റെ കോലം കിട്ടും. വെച്ചോ ധൈര്യമായിട്ട് വെച്ചോ, പേടിച്ചണ്ട. ഇതിന് കുറെ അവസരം നമ്മൾ കൊടുക്കുന്നുണ്ടോ. അതായത് 4 പാത്രം ഉള്ളതുകൊണ്ട് എത്ര അവസരം നമ്മൾ കൊടുക്കണത്. ഇനി ഒരു പാത്രം കുറച്ചിട്ട് ആരെങ്കിലും വെക്കാൻ പറ്റുമെന്ന് തെളിയിച്ചു തരണം. കഴിഞ്ഞോ ഇനിയേ മാറൂഫ് ഒരു വെക്കപ്പ് ഉണ്ട്. ഇവിടുന്ന് പോയതല്ലോ, അത് ഇവിടുന്ന് കണ്ടുപോയത്. അല്ല ആയിക്കോട്ടെ, ശരി കണ്ടുപോയാ എനിക്കൊരു സംശയം നോക്കട്ടെ. കഴിഞ്ഞു വെച്ചോ കഴിഞ്ഞോ. ഇനി ഒരു പാത്രം ഞാൻ എടുക്കാൻ പോവാണ്, നീ കളിച്ചോളി. പച്ചമുളകിന്റെ പാത്രം എടുത്ത് ബാക്കി വെച്ചോളി, ഈ ബാക്കി എല്ലാവരും ഒരവസരം കൂടി. ഇപ്പം 3 പാത്രം ഉള്ളത്. നേരത്തെ നമ്മൾ 4 പാത്രം വെച്ചിട്ട് ആകെ 3 ആൾക്കാണ് സമ്മാനം കിട്ടിയത്. ഇനിയിപ്പം വെച്ചത് വെറും 3 പാത്രം. അതിൽ പച്ചമുളകിന്റെ പാത്രം ഞാൻ ഒഴിവാക്കി. ഇനിയുള്ളത് തക്കാളി, കിഴങ്ങ്, വല്ലുള്ളി. ഈ 3 പാത്രം വെച്ചിട്ട് ആർക്കാ നേടാൻ പറ്റുമോ നോക്കാം നമ്മള്. കളിച്ചോ. അല്ല, ഞാൻ ഇതിന്റെ കമന്റ് ഞാൻ വെക്കാൻ പറഞ്ഞിട്ടില്ലല്ലോ. അല്ല, തക്കാളി കിഴങ്ങ് ഉള്ളിന്ന് ഞാൻ പറഞ്ഞു. അതിന് കണക്കാക്കി ബാക്കിൽ വെച്ച് ഞാൻ വിസിലടിച്ചിട്ടില്ല കളിക്ക്. ആയിക്കോട്ടെ, ഇനി വെച്ചോട്ടെ ഞാൻ അവസരം കൊടുക്കണേ. വെച്ചിട്ടോ, ഇനി ഒന്ന് വെച്ചാ ജി. ആ വെച്ചോ. അടുത്തളവാ വെച്ചോ. ഓന് സമ്മാനം ഉണ്ട്, വാ. വെച്ചോളി. ബാക്ക് മുന്നിൽ പറഞ്ഞു കൊടുക്കരുതിട്ടോ. വെച്ചോ റെഡിയാ. വാ വെച്ചോ. ശരിക്കും ആലോചിച്ച് വെച്ചോ. വെറും 3 പാത്രമേ ഉള്ളൂ. 3 പാത്രമേ വെറുള്ളൂ. നേരത്തെ വെച്ചോന് വെച്ചത് ആലോചിച്ചാല് ഔട്ട്. നേരത്തെ വെച്ച ആള് ശരിക്ക് ആലോചിച്ചാല് കിട്ടും. അടിയിൽ 3 പാത്രം സെയിം ആയിട്ടുള്ളൂ. ഔട്ട്. ഇനി അടുത്ത ആള് കാക്ക വെച്ചോ. പച്ചരി കിട്ടിയപ്പോ നേരത്തെ വന്നേണ്. കഴിഞ്ഞോ. അടുത്താള് ഞാൻ മാറ്റിവെക്കാൻ പോകട്ടോ. മുന്നിലേക്കുന്ന ആളും കളി ബാക്ക് പറഞ്ഞു കൊടുക്കരുതിട്ടോ. ആകെ 3 പാത്രം നമ്മൾ വെച്ചത്. അപ്പൊ എനിക്കൊരു അവസരം കൂടി, 3ാമത്തെ അവസരം അവൻ ചെയ്യാൻ പോണത്. വെച്ചോ. കഴിഞ്ഞോ. ഇനി അവസരം ഇല്ല കേട്ടോ. ഇല്ലേ, വാ. ഇനിയേ ഒരു നിയമൂടി, ഇതില് സമ്മാനം നല്ലോണം പോകുന്നുണ്ട്. അപ്പൊ ആളുകൾ ഇങ്ങനെ മാറ്റി വെക്കുന്നുണ്ട്. ഇനി ഒരാൾക്ക് 2 തിരിച്ചില്. ഇത് ഇങ്ങനെ ഈ തിരിച്ചിലേ പറ്റുള്ളൂ കേട്ടോ. ഒരാൾക്ക് 2 തിരിച്ചിലേ പറ്റുള്ളൂ. ഇങ്ങനെ വെച്ചോ. ഇടടാ, ഒരു തിരിച്ചിലായി. ഈ വെച്ചോ ഒന്നുകൂടി. അന്റെ കഴിഞ്ഞോ, മതിയായോ? അടുത്താള് ഒരു ചാൻസ് കൂടി. വാ
ഇജ്ജ് അവിടുന്ന് പോയതല്ലേ? വെച്ചോ, ഒരൊറ്റ രണ്ടവസരം അങ്ങനെ തിരിക്ക, ഒരു തിരുടി മതിയോ? എന്നാ പോട്ടെ, നിക്ക് ഞാൻ വെച്ചെറിഞ്ഞ് ഇവിടുന്ന് പോയതാന്ന് എനിക്കൊരു സംശയമുണ്ട്. ആ മാറിയാണ്, വെച്ചോ. ആ കഴിഞ്ഞോ? ഔട്ട്. വെച്ചോ വെച്ചോ. ശ്രദ്ധിക്കല്ലോ. ഒന്നുകൂടി വെക്കാം, മതിയോ? അതിന്റെ കുട്ടിയെ വല്ലാത്ത കുട്ടി വെച്ചോ വെച്ചോ, ധൈര്യമായിട്ട് വെച്ചോ. ഇതേ വല്ലാത്ത സാധു പോയിട്ട് ഇതില് പച്ചവളക് ഞാൻ കുറച്ച് എടുത്തിട്ടുണ്ട്, അവിടെ കുറച്ച് പച്ചവട്ട് കൊടുക്കുക. ഇടുവാ ഇടുവാ ഇടുവാ. മിഞ്ഞാന്നത്തെ കളിയില് പറയണ്ട, ആ തോറ്റയില് ചെറിയൊരു നഷ്ടം ഉണ്ട്. അതുകൊണ്ട് ആരും തയ്യാറുണ്ടോ? ഒരൊറ്റ വെപ്പോ അവിടെ. ഇത് അടിയത്ത് വെച്ചാൽ നേരാക്കി വെക്കുക, ഞാൻ മാറ്റി വെക്കും. ഒരവസരം നിങ്ങൾക്ക് തരുന്നുണ്ട്, നിങ്ങൾക്ക് രണ്ട് മാറ്റി വെക്കാം. അടിയിൽ വെച്ച അതേപോലെ മേലെ വെക്കുക, അതാ ഞങ്ങളെ കളി. താഴെ ഞാൻ 3 വെച്ചിട്ടുണ്ട്, അത് മേലെ കറക്റ്റ് അതേപോലെ വെക്കുകയാണെങ്കിൽ അത് എങ്ങനെ വെക്കാം, നിങ്ങൾക്ക് എങ്ങനെയും വെക്കാം. അടിയത്തത് എങ്ങനെ നോക്കിയാലും കാണൂല. വെച്ചോളി, ഒരൊറ്റ മാറ്റിലൂടെ നിങ്ങൾക്ക് അവസരമുണ്ട്. അല്ല, ഇനി ഒരു മാറ്റിലൂടെ അത് വെച്ചോളി. അടിയില് ഞാൻ 3 വെച്ചിട്ടുണ്ട്, ഇതേ സെയിം കളർ, ഇതേ സെയിം സാധനം. അത് അടിയിൽ വെച്ച അതേപോലെ നിങ്ങൾ ഇത് മേലെ വെച്ച് കഴിഞ്ഞാല് സമ്മാനം തരും. കഴിഞ്ഞോ? ലെവല് നമുക്ക് ലെവലല്ല ആവശ്യം. നിങ്ങൾ വരിക, പറഞ്ഞല്ലേ. ഇത് ഫസ്റ്റില് ഉള്ളി, രണ്ടാമത്തെ തക്കാളി, മൂന്നാമത്തെ കിഴങ്ങ്. ഇത് ഇവിടെ അതേ വെച്ച പോലെ ഈ സാധനം ഇവിടെ വെക്കണം. നിങ്ങൾ ഒരു ടിടി വെക്കണോ? മനസ്സിലായി വെച്ചോളി. അത് കിടക്കി ഇങ്ങനെ വെച്ചോളി. മതിയോ? ഈ കവറ് ലേസർ പൊട്ടുണ്ട്, പ്രശ്നമാക്കണ്ട കേട്ടോ. ആലോചിച്ച് കളിച്ചോണ്ട് ഇവർക്ക് കിട്ടിയ സംഗതി ഇവർക്ക് ആദ്യം മനസ്സിലായിട്ടില്ല. രണ്ടാമത് ഞാൻ മനസ്സിലാക്കി കൊടുത്തപ്പോ എന്റെ കറക്റ്റ് മനസ്സിലായി. ഇവർ അതേപോലെ വെച്ച് സമ്മാനം കൊടുത്തു. പോട്ടെ, എന്റെ അയൽവാസിയാണ്. അപ്പൊ റെഡി. അപ്പോ ഈ ചലഞ്ച് ഇവിടെ അവസാനിക്കുകയാണ്. ഇനി ഇതെങ്ങനെ അല്ലെങ്കിൽ നേരാക്കാൻ കഴിയില്ല. ഇത് ഒരു പാത്രം കുറച്ചോണ്ടാണ് ഇത്രയും അവസരം കിട്ടിയത്. പാത്രം കുറച്ചിട്ടില്ലെങ്കിൽ ഒരിക്കലും അവസരം കിട്ടൂല. 4 കറക്റ്റ് വെക്കാൻ ലേസർ റിസ്ക് ആണ് ആ കാര്യം. ഇന്നത്തെ ഗെയിമിംഗ് ചലഞ്ച് ഇവിടെ അവസാനിച്ച്. ഗെയിമിംഗ് ചലഞ്ചിൽ 6ാമത്തെ വീഡിയോ ആണ്. ഇനി മറ്റന്നാള് അടുത്ത വീഡിയോ ചെയ്യും, 7ാമത്തെ വീഡിയോ. അപ്പൊ പ്രത്യേകം പറയാനുള്ളത്, ഒരാള് തക്കാളി സമ്മാനം കൊടുത്തില്ലേ? തക്കാളി സമ്മാനം കൊടുത്തതേ നമ്മക്ക് കിട്ടുന്നതിനനുസരിച്ച് വെക്കാൻ പറ്റുള്ളൂ. ഇതിന്റെ വലിയ ചെറിയ എക്സ്പെൻസ് കുറഞ്ഞ പരിപാടിയാണ് ഉദ്ദേശിക്കുന്നത്. വലിയ എക്സ്പെൻസ് കൊടുത്തിട്ട് നമുക്ക് പൈസ ചെലവാക്കാൻ എടുത്തിപ്പില്ല. അപ്പൊ നിങ്ങൾ ഓരോരുത്തർ കമന്റ്, ഇന്നാള് കോയമുട്ടന്റെ കളി വെച്ചിട്ട് കോയമുട്ട പ്രൈസ് കൊടുത്തതില് ഒരാള് കമന്റ് എഴുതി കോയമുട്ടയാണ് പ്രൈസ് കൊടുക്കുന്നത്. കോയമുട്ട ഇഷ്ടപ്പെട്ടിട്ടാണല്ലോ അത്രയും 10 3 മിനിറ്റ് കൊണ്ട് തിന്നത്. അപ്പൊ പിന്നെ അവന് കോയമുട്ടനല്ലേ കൊടുക്കേണ്ടത്. ANR ഗെയിമിംഗ് ചലഞ്ചർ എന്ന ചാനൽ അടിപൊളി ഗെയിമായിട്ട് ഇനി അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് കാണാം. കണ്ടോടത്തോളം നിങ്ങൾ എന്ത് ചെയ്യുക, ചാനൽ കയറി സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മളെ പൂർണ്ണമായിട്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ശരി.